Hello. Good afternoon. Hello. Good afternoon. Good afternoon. Yes. Good afternoon. Okay. Ready ആണോ എല്ലാരും? Okay. Yes. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടു അല്ലേ? ആൻസർ ഒക്കെ കിട്ടിയോ അതിന്റെയൊക്കെ? ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആകെ കുറച്ച് പേരുള്ളൂ, 3 പേര് ഉള്ളൂ അല്ലേ? 4 പേര്. അനു, അക്ഷര, രചിത, നിഷ. 4 പേരേ ഉള്ളൂ ക്ലാസ്സില്. വേറെ ആരുമില്ല. ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഓക്കെ. യെസ്. ഒന്ന് വായിക്കാമോ അക്ഷര? നമ്മൾ ഇന്നലെ തന്നുവിട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് അതിന്റെ ആൻസർ ഒന്ന് പറയാമോ അക്ഷര? കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. First question, a grievance that arises from faulty implementation of organizational policies where an employee's expectations not met is a dash. Answer is factual grievance. വെരി ഗുഡ്. ഫാക്ച്വൽ ഗ്രീവൻസ് ആണ് അതിന്റെ ആൻസർ. അതായത് ഫോൾട്ടി ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ തെറ്റായ രീതിയിലുള്ള ചില ഓർഗനൈസേഷൻ പോളിസീസ് ഒക്കെ കൊണ്ടുവന്ന് എംപ്ലോയിയുടെ പ്രതീക്ഷകളൊക്കെ എന്താ പറയാ, പ്രതീക്ഷകൾക്ക് ഉചിതമായ രീതിയിൽ അല്ലാതെ വരുമ്പോ അങ്ങനെയൊക്കെ വരും അല്ലെ? അതായത് ചില തെറ്റായ രീതിയിലുള്ള ഓർഗനൈസേഷൻ പോളിസീസ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ എംപ്ലോയി പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുക, അങ്ങനെ ഉണ്ടാവുമ്പോൾ എംപ്ലോയിയുടെ ഭാഗത്ത് ചില ടൈപ്പ് ഓഫ് ഒരു ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെ, ഒരു ഡിസ്കംഫേർട്ട് അവർ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അത്തരം ഗ്രീവൻസിനെ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവൻസ്. ഓക്കെ, അടുത്തത്. A grievance where an employee is not aware of the true reason for their dissatisfaction is dash. Distinguish the grievance. ഡിസ്ഗൈസ്ഡ് കേട്ടോ, ഡിസ്ഗൈസ്ഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിസ്ഗൈസ്ഡ്. അതാണ്, അതായത് എന്താണ് അതിന്റെ ചില ആൾക്കാർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുണ്ട് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ, പക്ഷേ they don't know what is the reason, what is the cause of that particular grievance. എന്ന് വെച്ചാൽ എന്താണ് കാരണം എന്നറിയില്ല. കാരണം അറിയില്ല എന്ന് പറയുമ്പോഴേ അതിന് ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങള് ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡിനേക്കാൾ എബവ് ചിലപ്പോൾ അവർ കൊടുക്കും. ഇപ്പൊ നമ്മള് ഒരു ഓർഗനൈസേഷനില് എംപ്ലോയീസ് അവരവരുടെ പെർഫോമൻസുകൾ കാഴ്ചവെക്കുമ്പോ ഏതെങ്കിലും ചില എംപ്ലോയീസ്, അതായത് ചിലപ്പോ 1-2 പേരൊക്കെ അവര് ഓർഗനൈസേഷന്റെ ആവശ്യകതയേക്കാൾ കൂടുതൽ, റിക്വയർമെന്റ്സിനേക്കാൾ കൂടുതൽ അവർ കയ്യിൽ നിന്ന് അവർ കുറെ ഔട്ട്പുട്ടുകൾ കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡിനേക്കാൾ എബവ് അവരുടെ എഫിഷ്യൻസി അവർ കാണിക്കും. അങ്ങനെ എഫിഷ്യൻസി കാണിക്കുമ്പോഴല്ല സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ, എംപ്ലോയീസിന്റെ മനസ്സിൽ ഒരു ചിന്ത വരും, നമ്മൾ കൊടുക്കുന്ന ആ എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പെർഫോമൻസിന് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നോ എംപ്ലോയറുടെ ഭാഗത്തു നിന്നോ അതിലൊരു അപ്രീസിയേഷൻ, ഒരു അംഗീകാരം, ഒരു അനുമോദനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടേണ്ട ചില സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ അതൊക്കെ നമുക്ക് കിട്ടാണ്ട് പോവുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില എംപ്ലോയീസിന്റെ അത് അവർ തന്നെ സ്വന്തമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. ആക്ച്വലായിട്ട് റീസൺ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the first step in grievance handling procedure? ഓക്കെ, എന്താണ് Identification of grievance. ഏതാണ്?
Identification of grievance. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിലെ അതായത് ഗ്രീവൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസുകൾ ഉണ്ടായാൽ അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണ്? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. എന്താണ് ഗ്രീവൻസുകൾ? ചിലപ്പോൾ ചില ഗ്രീവൻസുകളൊക്കെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടാകും, ചിലതൊന്നും അറിയിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത് എന്താണെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത് പറഞ്ഞു. The grievance redressal committee must consist of an equal number of members from the dash. Employer and the workman. എംപ്ലോയർ ആൻഡ് വർക്ക്മെൻ ഈക്വൽ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ്. ഗ്രീവൻസ് റീഡ്രസൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ എംപ്ലോയറുടെ ഭാഗത്തുനിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും ഈക്വൽ നമ്പർ ആണ് എടുക്കേണ്ടത്. ഒരാൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരാൾ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന്, രണ്ടാളെയാണ് എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നതെങ്കിൽ രണ്ടാളെയാണ് എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് എടുക്കുക. ഈക്വൽ നമ്പർ ആണ് കേട്ടോ, ഈക്വൽ പ്രിഫറൻസ് ആണ്. ഓക്കെ, അടുത്തത്. The violation of the company's rules and regulations by an employee is termed as dash. Misconduct. മിസ്കോണ്ടക്ട് ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. മിസ്കോണ്ടക്ട് ആണ്. ഏതെങ്കിലും തരത്തില് ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ മിസ്കോണ്ടക്ട് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. Which principle of the Red Hot Stove Rule state that action against misconduct should be taken as soon as it occurs? Principle of immediate action. വെരി ഗുഡ്, അത് കറക്റ്റ് ആൻസർ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആസ് സൂൺ ആസ് ഇറ്റ് ഒക്കേഴ്സ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവാൻസുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്കോണ്ടക്ട് എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിന്റെ ആക്ഷൻ നമ്മൾ എടുക്കേണ്ടത് 5 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടല്ല. എപ്പോഴാണോ അവരത് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അപ്പൊ മുതൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളണം. അപ്പൊ തന്നെ ഏതെങ്കിലും ഒരു എംപ്ലോയി പർട്ടിക്കുലർ ഒരു മിസ്കണ്ടക്ട് നടത്തിയെന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിട്ട് നമ്മൾ അറിഞ്ഞാൽ ഓടിപ്പോയിട്ട് അവരെ ശാസിക്കുകയോ അവരെ വേഗം തന്നെ പിടിച്ച് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ഒന്നും ചെയ്യല്ല ചെയ്യുന്നേ. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether it is correct or not, whether the employee had made such misconduct, അത്തരം മിസ്കോണ്ടക്ട് ആ പറഞ്ഞ എംപ്ലോയി ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം തന്നെ പോയിട്ട് അന്വേഷിക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യത്തെ കാര്യം അതാണ്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നതിന്റെ ആദ്യപടിയായിട്ട് അങ്ങനെ ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഐ തിങ്ക് വൺ മോർ ഒരെണ്ണം കൂടി ഉണ്ടോ? The first step in a formal disciplinary procedure is dash. Preliminary investigation. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഗ്രീവൻസ് അല്ലെങ്കിൽ മിസ്കോണ്ടക്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളിലേക്ക് അറിഞ്ഞാൽ മാനേജ്മെന്റ് ആദ്യം ചെയ്യേണ്ട കാര്യം അവർക്ക് എന്ത് കൊടുക്കുക, അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതിന് ശേഷം അതിലെന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ചാർജ് ഷീറ്റ് കൊടുക്കാന്നൊക്കെ പറയും അല്ലെ. ഒരു വെർബൽ വാണിംഗ് ഒക്കെ കൊടുക്കുക ആദ്യം. വെർബൽ വാണിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു വാണിംഗ് കൊടുക്കുക. ആ വാണിംഗോ അല്ലെങ്കിൽ അത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വാണിങ്ങിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായി? ഇതൊക്കെ അവരെ അറിയിക്കും ആദ്യം തന്നെ. എന്നിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കും. അത് അവര് കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കും. കറക്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് നടപടികളിലേക്കൊക്കെ പിന്നീട് പോകുന്നത് ചിലപ്പോ ഈ പറയുന്ന എംപ്ലോയർ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അത് കഴിഞ്ഞിട്ടാണ് പോകുക അല്ലെ. അപ്പൊ അതിൽ തന്നെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻസ്. ഇന്നലെ നമ്മൾ തന്നത് 7 ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എഴുതിയിട്ട് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഭാഗമേ ഉള്ളൂ, കുറച്ചേ എടുക്കുള്ളൂ എന്നും. അതിന്റെ ഒരു ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് കോമ്പൻസേഷനെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ആണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഓക്കെ, നമുക്കത് കഴിഞ്ഞിട്ട് എടുക്കാം. പക്ഷെ അതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാലോ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, എഴുതിക്കോട്ടാ. ഫസ്റ്റ് വൺ, എ ഷോ കോസ് നോട്ടീസ്. ഷോ SHOW കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇടണം. CAUSE കോസ് അത് കഴിഞ്ഞിട്ടും ഒരു ഹൈഫൻ ഇടണം. നോട്ടീസ് NOTICE. എ ഷോ കോസ് നോട്ടീസ് that explains show cause notice that explains
the misconduct done by the misconduct, MISCONDUCT, misconduct done by an employee is called, done by an employee is called dash, is called dash. Next one. As the question, a key guideline, a key guideline, GUIDELINE, guideline for a disciplinary procedure, is that the action should be, is that the action, ACTION, action should be dash. Action should be dash. Next one. Which aspect, ASPECT, which aspect of employee health, which aspect of employee health relates to an individual's, INDIVIDUAL apostrophes, individuals, വ്യക്തിയുടെ എന്നർത്ഥമാണ്. Individuals happiness, comma self efficacy, self SELF ഒരു ഹൈഫൻ ഇടുക, efficacy, efficiency തന്നെയാണ്, EFFICACY, efficacy, and ability to handle life challenges, അതിനെന്താ പറയാ, എംപ്ലോയിയുടെ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്, സെൽഫ് എഫിഷ്യൻസി, അതുപോലെ തന്നെ ലൈഫ് ചാലഞ്ചസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ എംപ്ലോയീസ് ഹെൽത്തിന്റെ ഏത് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? നമ്മൾ 2-3 ആസ്പെക്റ്റുകളുണ്ട് എംപ്ലോയീസ് ഹെൽത്തുമായി ബന്ധപ്പെട്ട്, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഓക്കെ കേട്ടോ, അതിൽ ഏതിൽ വരും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആൻസർ കണ്ടെത്തുക. നെക്സ്റ്റ് വൺ. Section 11 of the Section 11 of the Factories Act 1948. Factories Act 1948. Factories in the Act in the A capital letters say them. Section 11 of the Factories Act 1948 deals with the dash. Deals with the dash. Next one. അടുത്തത് Section 20 of the Section 20 Section 20 of the Factories Act. Section 20 of the Factories Act deals with the provision of a
deals with the provision, provision, provision of a sufficient number. Sufficient, avashyatthinu, sufficient number, SUFFICIENT, sufficient number of dash. Section 20 പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം ആവശ്യത്തിന് ഇത്ര എണ്ണം എന്തുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 20 എന്തിനെ കുറിച്ചായിരുന്നു എന്നുള്ളത് നോക്കി എഴുതാം. ഓക്കെ, അടുത്തത് employee safety. Employee safety involves protecting employees from injuries, injuries caused by dash. എഴുതിയോ? നിഷ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിപ്പോ നമ്മൾ എഴുതിയത്? നിഷ ഉണ്ടല്ലേ? ഹലോ, 13. അല്ല, ഇന്ന് അപ്പൊ 6 എഴുതിയതാണ് അല്ലെ? 6 ഇപ്പൊ എഴുതിയേക്കണേ? ഇന്ന് 6ാമത്തെ. ഓക്കെ 6. ഓക്കെ, അടുത്തത് 10 ക്വസ്റ്റ്യൻ ഏതാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അടുത്തത് എഴുതിക്കോ. An imaginary grievance should be dealt with. Deal എന്നുള്ളതിന്റെ past tense ആണ്. Dealt with, DEALT, dealt with immediately. പെട്ടെന്ന് ഡീൽ ചെയ്യേണ്ട കാര്യമാണ് ഇമാജിനറി ഗ്രീവൻസ്. Dealt with immediately because it can develop a dash of the organization. Because it can develop a dash of the organization. അടുത്തത് ഇതാ. If an employee fails to submit an explanation, if an employee fails to submit an explanation after receiving a charge sheet, the management can ചാർജ് ഷീറ്റ് കിട്ടി, ആവശ്യത്തിന് സമയം എടുത്ത് എക്സ്പ്ലനേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കൊടുത്തിട്ടും എക്സ്പ്ലനേഷൻ സബ്മിറ്റ് ചെയ്യാൻ എംപ്ലോയി പരാജയപ്പെട്ടാൽ മാനേജ്മെന്റിന് എന്ത് ചെയ്യാം? മാനേജ്മെന്റ് ക്യാൻ ഡാഷ് എന്താണെന്ന് നമുക്ക് അവിടെ എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് a grievance procedure helps management
to identify employee attitudes, regarding dash. ശരിയോ? ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു പറയാൻ പോണേ അല്ലേ? 9 കഴിഞ്ഞില്ലേ? ഓക്കെ, 10ാമത്തെ, അതായത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A charge sheet is not, NOT എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ഇതാ, NOT, not a punishment but ചാർജ് ഷീറ്റ് ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല. ചാർജ് ഷീറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ്. നോട്ട് വലുതാക്കി എഴുതുക. നോട്ട് എ പണിഷ്മെന്റ് ബട്ട് എ ഡാഷ്. പിന്നെന്താ? ബട്ട് എ ഡാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതവിടെ ഉണ്ട് ആ വേർഡ്. അതെന്താന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ 10 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 10 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ അടുത്ത ദിവസം, അടുത്ത ട്യൂസ്ഡേ നമ്മൾ വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോഴേക്കും നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് പഠിക്കാം. അപ്പൊ നമ്മള് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ഇന്നലെ നമ്മൾ കുറച്ച് കോമ്പൻസേഷൻസിന്റെ ഒക്കെ പേരുകളൊക്കെ പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ ഉണ്ട്? അതായത് ഒരു എംപ്ലോയി while they are doing any service in an organization, they have to be given some reward or remuneration for their services rendered. ഒരു ജോലിക്കാര് അവരവരുടേതായ സേവനം നൽകുമ്പോൾ, അവർ ഏത് രീതിയിലുള്ള ജോലികൾ ചെയ്യുമ്പോഴും അത് ആ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലമായിട്ട്, റെമ്യൂണറേഷൻ ആയിട്ട് അല്ലെങ്കിൽ റിവാർഡായിട്ട് പല രൂപത്തിലും അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കുന്നു. അത് വേജസിന്റെ രൂപമാകാം. വേജസ് തന്നെ പല രീതിയിലുണ്ട്. ലിവിങ്, ഫെയർ ആൻഡ് മിനിമം വേജ്, ഇങ്ങനെ 3 വേജസ് ഉണ്ട്. അതല്ല എങ്കിൽ സാലറി ആകാം. സാലറിയിൽ തന്നെ നമുക്ക് എന്താ പറയാ, പറയുമ്പോൾ ഉള്ള സാലറിയും ടേക്ക് ഹോം സാലറിയും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് തരാമെന്ന് എഗ്രിമെന്റിൽ നമ്മളുടെ അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് നമുക്ക് ഇത്ര രൂപ സാലറി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ദർ മേ ബി സം ഡിഡക്ഷൻസ് അല്ലെ? നമ്മൾ ഇതുപോലെ പറഞ്ഞു, കുറച്ച് അതിൽ നിന്ന് ചില പിടുത്തങ്ങൾ. ഡിഡക്ഷൻസ് മീൻസ് കുറവുകൾ ചിലപ്പോൾ സംഭവിക്കും. മേ ബി എന്താ പറയാ, പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എടുക്കും. LIC പ്രീമിയം ഒക്കെ ഉണ്ടെങ്കിൽ അത് പിടിക്കും. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പെട്ടെന്നുള്ള അത്യാവശ്യത്തിൽ നമ്മൾ ചിലപ്പോ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയറിനോട് ചിലപ്പോ 2 മാസത്തെയോ അല്ലെങ്കിൽ 3 മാസത്തെയോ സാലറി ഒരുമിച്ച് ഒന്ന് അഡ്വാൻസ് ആയിട്ട് തരുമോ? ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചില എംപ്ലോയീസിന് ചോദിക്കേണ്ടി വരും. ഉണ്ടാവൂലേ അങ്ങനെയൊക്കെ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങളില്ലേ? പെട്ടെന്ന് അതൊക്കെ നമുക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലല്ലേ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ചില എന്താ പറയാ, പെട്ടെന്ന് ഒരു എമർജൻസി കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ അതിൽ പോയി മുട്ടുന്നതിനേക്കാൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അടുത്ത മാസവും 2 മാസവും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം. ഫ്രീ ആയിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കുമ്പോ ഇപ്പൊ തൽക്കാലം നമുക്ക് ആ ഒരു ഹാർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാഡ് സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും മുമ്പിൽ ആദ്യം പോയി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. നമ്മളുടെ എംപ്ലോയറോട് 2 മാസത്തെ കൂടി സാലറി എനിക്ക് ഒരുമിച്ച് തരുമോ, അല്ലെങ്കിൽ അടുത്ത മാസത്തെ കൂടി എനിക്ക് ഇപ്പൊ തന്നെ തരുമോ, ഐ എം ഇൻ ബാഡ് കണ്ടീഷൻ, ഇപ്പൊ എനിക്കൊരു മോശം അവസ്ഥയാണ്, എനിക്കത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് എന്തായാലും തരണം. അപ്പൊ അതൊക്കെ ചിലപ്പോ ഒറ്റയടിക്ക് ഇപ്പൊ നോക്കി അങ്ങനെ ഒരു സാലറി വാങ്ങിച്ചു, അപ്പൊ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യമായിട്ട് എന്റെ അടുത്ത മാസത്തെയും പിന്നത്തെ മാസങ്ങളിലേക്ക് ശമ്പളത്തിൽ നിന്നൊക്കെ കുറച്ച് എടുത്തിട്ട് അല്ലെങ്കിൽ അടുത്ത മാസം ഇയാള് എന്തായി പോകും. നമ്മളിപ്പോ ഒരു വരുമാന മാർഗം നമുക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോ ആ ഇൻകമിനെ ബേസ് ചെയ്താ നമ്മുടെ എക്സ്പെൻസ് അടുത്തടുത്ത മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കുമ്പോ അടുത്ത മാസം ഫ്രീ ആയി പോയി ജോലി ചെയ്യുന്ന പോലെ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്ന് മൊത്തത്തിൽ അവർ എടുക്കാതെ ഇങ്ങനെ ചിലപ്പോ ഡിഡക്ട് ചെയ്ത് ആദ്യത്തെ മാസം ചിലപ്പോ ഒരു 10,000 ഒക്കെ എടുക്കുന്നു.
ബാക്കിയുള്ളത് മാത്രം പേ ചെയ്യുന്നു, അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെയാണ് ടേക്ക് ഹോം സാലറി എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻസെന്റീവ്സ്, പിന്നെ അലവൻസുകൾ, ഡിയർനെസ് അലവൻസ് ഡിയർനെസ് അലവൻസ് പോലെ തന്നെ മറ്റ് അലവൻസുകളും ഒക്കെ ഉണ്ട്. അത് ഓരോ രീതിയിലും കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. പിന്നെ എന്താ പറയാ, ഫ്രിഞ്ച് ബെനഫിറ്റ്, പെർക്വിസിറ്റ്സ്, അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അപ്പൊ ഇതൊക്കെ പല രീതിയിലുള്ള കോമ്പൻസേഷൻസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ. ഈ കോമ്പൻസേഷനെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത എംപ്ലോയീസിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, എന്താണെന്ന് നോക്കിയേ. ഒന്നാമത്തേത് അക്കോർഡിംഗ് ടു ജെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയാണ്, there are some factors which influence the remuneration payable to employees. എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ സംബന്ധിക്കുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്, സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിനെ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. പ്രധാനമായിട്ടും എന്താണ് പറയാ, കുറെ ബാഹ്യമായിട്ടുള്ള ചില ഘടകങ്ങളും ആന്തരികമായിട്ടുള്ള ചില ഘടകങ്ങളും, എക്സ്റ്റേണലും ഇന്റേണലും ഉണ്ട് കേട്ടോ. അപ്പൊ അതില് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോ ആദ്യം പറയാൻ പോകുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ കോമ്പൻസേഷൻ. കോമ്പൻസേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റ് ആണ് ഏറ്റവും ആദ്യത്തെ കാര്യം. എങ്ങനെയാണ് ലേബർ മാർക്കറ്റ് എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന, എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷനെ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കറിയാം, ഒരു എന്ത് കാര്യത്തിന്റെയും ഒരു എന്താ പറയാ ഫിക്സേഷൻ, ഇപ്പൊ ലൈക്ക് ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് എ കോമോഡിറ്റി. ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാ? ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് നമുക്കറിയാം, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ പ്രൊഡക്ഷന് വേണ്ടി എന്തോരം ചെലവായിട്ടുണ്ട്, കാശ് ചെലവായിട്ടുണ്ട്, പ്ലസ് അതിന്റെ ഒപ്പം ഒരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഇത് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് അൾട്ടിമേറ്റ് കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ ചിലപ്പോ ചില ആൾക്കാരുടെ കയ്യിൽ കൂടി കടന്നായിരിക്കും പോവുക. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിൽ നിന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സിന്റെ കയ്യിലെത്തുന്നു, ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് റീറ്റെയിലേഴ്സിന്റെ കയ്യിലെത്തുന്നു, റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് കൺസ്യൂമറുടെ കയ്യിലെത്താൻ. പിന്നെ മാത്രമല്ല, ഇതിനിടയ്ക്ക് ചില ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ച് അത് വിപണിയിൽ എത്തിക്കുന്നത് വരെ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്ന കുറെ ഇന്റർമീഡിയറീസ്, കുറെ ലിങ്കേഴ്സ് ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇത്തിരി പെർസെന്റേജ് ഓഫ് ലാഭം കിട്ടണമല്ലോ അല്ലെ. ഇപ്പൊ ഞാനൊരു വസ്തു ഉത്പാദിപ്പിച്ച് വിൽക്കുമ്പോ ആ വസ്തു ഞാൻ നേരിട്ട് കൺസ്യൂമറിന്റെ കയ്യിൽ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അധികം പൈസ ചെലവാക്കാതെ, ആ പൈസ അധികം വില ഇടാണ്ട് ആ പ്രോഡക്റ്റ് നമുക്ക് ഉത്പാദകന്റെ എന്ത് ചെയ്യാം, കൺസ്യൂമറിന്റെ കയ്യിലെത്തിക്കാൻ പറ്റും. ചില സാധനമൊക്കെ നമ്മൾ പറയാറില്ലേ, ഫാക്ടറി ഔട്ട്ലെറ്റില് പോയി വാങ്ങിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ ആളുകള് നമ്മൾ കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതും നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അതേ സാധനം തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴും കുറച്ച് വേരിയേഷൻ ഇൻ പ്രൈസ് കാണാറുണ്ട്. സോ വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന് കാരണം? കാരണം അത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ അവര് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറെ എന്താ പറയാ, ഇന്ന് ഒരുപാട് ആളുകൾ, മിക്കവാറും എല്ലാവരും സോഷ്യൽ മീഡിയാസും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് പലതിനും വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ നേരിട്ട് അതിനെ കാണാണ്, അവിടെ കുറെ ഇന്റർമീഡിയറീസ് ഒന്നും ഇല്ല. അപ്പൊ അവരുടെ പ്രോഫിറ്റുകളൊന്നും ഈ വസ്തുവുമായി ആഡ് ചെയ്ത് കയറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രൊഡക്ഷന്റെ കൂടെ ചെറിയൊരു പെർസെന്റേജ് പ്രോഫിറ്റ് മാത്രം ആഡ് ചെയ്ത് ഇത് കൺസ്യൂമറിന്റെ കയ്യിലെത്തിക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, ഒരുപാട് പേരുടെയും കൂടിയും അവർക്കും കൂടി കിട്ടേണ്ടതായിട്ടുള്ള ഒരു പ്രോഫിറ്റിന്റെ ഭാഗം കൂടി ആഡ് ചെയ്ത് വരുമ്പോഴാണ് ഇത്രയും കോസ്റ്റ്ലി ആയി മാറുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ജോലി ചെയ്യുന്നവനും അവന്റെ കൂലി കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇത് ഓൺലൈനിൽ ഇത്ര രൂപയൊന്നുമില്ല, പക്ഷെ നമ്മൾ കടയിൽ നിന്ന് ഇത് വാങ്ങിച്ച് ഇതെന്താ ഇങ്ങനെ ഇത്ര റേഞ്ച് വില വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിന്റെ കയ്യിലെത്തിക്കാൻ എന്താ പറയാ, പുറത്ത് ഓഫ്ലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്ന കുറെ ജോലിക്കാരുണ്ടാവും അതിന്റെ ഇടയിൽ അല്ലെ, ഈ ഓരോ വസ്തുക്കളെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ, എന്തെങ്കിലും കിട്ടണ്ടേ അവർക്ക്. ആ വസ്തു ഇതാകുമ്പോൾ അവർക്ക് അതിന്റെ ഒരു അംശം കിട്ടണം തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വില കൂടുന്നത്. അതേസമയം ഓൺലൈനായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നേരിട്ട് അത് ഓൺലൈൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ അധികം നമുക്ക് പ്രോഫിറ്റിന്റെ കണ്ടന്റ് കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം നേരിട്ടാണ്. അപ്പൊ അത്രയും വില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനൊക്കെ പറ്റും. ലൈക്ക് വൈസ് അപ്പൊ ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് പറഞ്ഞു വന്നത്, ഒരു വസ്തുവിന്റെ വാല്യൂ, പ്രൈസ് നിശ്ചയിക്കുന്നത് അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. എന്താണ് അതിന്റെ വില നിശ്ചയിക്കാം?
ഡിമാൻഡ് സപ്ലൈ കൂടിയാണ് അല്ലെ. കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും കർവ് ഇങ്ങനെ ഒരു എക്സ് മാതിരി എന്താ പറയാ ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് വിൽ ബി ഫിക്സഡ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ലൈക്വൈസ് അതുപോലെ തന്നെയാണ് ഇവിടെയും ലേബറേഴ്സിന്റെയും, ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ, പണിക്കാർ, ജോലിക്കാരുടെ ഡിമാൻഡും സപ്ലൈയും ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഫിക്സേഷൻ ഓഫ് പ്രൈസ്. വേജസ് നിശ്ചയിക്കുന്നതിൽ ലേബറേഴ്സിന്റെ ഡിമാൻഡ് സപ്ലൈ ഒരു പരിധി വരെ സ്വാധീനിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എത്ര ആൾക്കാരെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു, കുറെ ജോലിക്കാരെ ആവശ്യമുണ്ട് നമുക്ക്, ഡിമാൻഡ്, ദാറ്റ് ഈസ് ഡിമാൻഡ്. കുറെ എംപ്ലോയീസിന് വേണം. ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ, ഇവിടെ ജോലി ചെയ്യാനായിട്ട് ഇന്ന ക്വാളിഫിക്കേഷനുള്ള കുറെ ആൾക്കാരെ വേണം. അപ്പൊ അതാണ് നമ്മുടെ ഡിമാൻഡ്. പക്ഷേ വെദർ ദേ ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, പക്ഷെ അത്തരം ആ ക്വാളിഫിക്കേഷൻസും നമ്മുടെ റിക്വയർമെന്റ്സിനും അനുസരിച്ചുള്ള ജോലിക്കാർ പുറത്തുണ്ടോ, ദാറ്റ് ഇസ് കോൾഡ് സപ്ലൈ. അതാണ് അവിടെ കിട്ടാനുണ്ടോ, ലഭ്യമാണോ മാർക്കറ്റില് ഈ പറയുന്ന എംപ്ലോയീസ്, അതാണ് സപ്ലൈ. അപ്പൊ ഈ ഡിമാൻഡും സപ്ലൈയും തീർച്ചയായിട്ടും ലേബറേഴ്സിന്റെ ഡിമാൻഡ് സപ്ലൈ തീർച്ചയായിട്ടും വേജ് ഫിക്സേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ നോക്കിയേ, അതായത് ഇഫ് ദ ലേബർ ഡിമാൻഡ് ഈസ് മോർ ആൻഡ് ലേബർ സപ്ലൈ ഈസ് ലെസ്, എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ എംപ്ലോയീസിന് ആവശ്യമുണ്ട്, നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ഇന്ന ക്വാളിഫിക്കേഷനുള്ള കുറെ എംപ്ലോയീസിന് വേണം എന്ന് വിചാരിക്കാം. പക്ഷെ പുറത്ത് അത്തരം ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്സിനോ പറ്റിയ അത്രയും എംപ്ലോയീസിന്റെ എണ്ണം ഇല്ല. എന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുതൽ, നമ്മൾ കുറെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ദർ ഇസ് നോ ഈക്വലന്റ് നമ്പർ ഓഫ് സപ്ലൈ ഓഫ് ലേബറേഴ്സ്. അതേസമയം അത്രയും അധികം സപ്ലയർ എന്താ പറയാ ലേബറേഴ്സ് സപ്ലൈ മാർക്കറ്റിൽ ഇല്ല, അത് ഇങ്ങനെ കുറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാന്ന് അറിയാമോ, ഡിമാൻഡ് കൂടുതലാണ്, ലേബർ ഡിമാൻഡ് ലെസ്, അതായത് ഡിമാൻഡ് കൂടുതലാണ്, എന്താണ് ലേബറേഴ്സിന്റെ എണ്ണം കുറവാണ്. അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് അറിയാമോ, മാർക്കറ്റില് ഈ പറയുന്ന എംപ്ലോയീസിന് കൊടുക്കാന്ന് പറയുന്ന വേജസ് കൂടുതലായിരിക്കും. കാരണം എന്താ, കൂടുതൽ കാശ് തരാന്ന് പറഞ്ഞാലെങ്കിലും ആൾക്കാരെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഡിമാൻഡ് നമ്മളുടെ കൂടുമ്പോ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസിനെ, സ്കിൽഡ് ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ വേണം എന്നുള്ള നമ്മുടെ ഡിമാൻഡ് കൂടുതലാണ്. പക്ഷെ അവിടെ സപ്ലൈ ഓഫ് ലേബറേഴ്സ് കുറവാണ്, കിട്ടാനില്ല എംപ്ലോയീസിന് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസിലും ഈ പറയുന്ന റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ഇല്ല. സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ്, ഡിമാൻഡിനേക്കാൾ കുറവാണ് എങ്കിൽ എന്ത് ചെയ്യും, വേജസ് കൂടുതൽ ഫിക്സ് ചെയ്യും. കാരണം എന്താ, ആ വേജസ് കൂടുതൽ ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞാലെങ്കിലും ആൾക്കാരെ നമുക്ക് കിട്ടണം, നമ്മുടെ ആവശ്യമാണ് അന്നേരം അവിടെ. മനസ്സിലാവുണ്ടോ? അന്നേരം നമുക്കത് നെസസറിയാണ്, മാൻഡേറ്ററി ആണ്, അത്രയും ആൾക്കാരെ കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് വേജ് ഫിക്സ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. വൈസ് വേഴ്സ, നേരെ തിരിച്ചും അങ്ങനെ തന്നെ. എന്താണ്, സപ്ലൈ കൂടുതലുണ്ട് മാർക്കറ്റ്, ഇഷ്ടംപോലെ ലേബറേഴ്സ്, ജോലിക്കാർ, നല്ല കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് കുറെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഓർഗനൈസേഷനിൽ ജോലിക്കാരെ വലിയ ആവശ്യമില്ല, ഇത്രയും വേണ്ട, അതില്ലെങ്കിൽ ഞങ്ങൾ ഈ ഉള്ള എംപ്ലോയീസ് വെച്ചിട്ട് നടത്തിക്കോളാം എന്നുള്ള മട്ട്. മനസ്സിലായി? അപ്പൊ ഡിമാൻഡ് ഇല്ല, പക്ഷെ ഇഷ്ടം പോലെ എംപ്ലോയീസ് പുറത്ത് അൺഎംപ്ലോയിഡ് ആയിട്ട് കുറെ പേരുണ്ട്, ജോലിക്ക് പല സ്ഥലത്ത് കയറും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഫിക്സ് ചെയ്യുന്ന വേജസ് കുറവായിരിക്കും. ജോലി ചെയ്തോ, നമുക്ക് ഇത്രയൊക്കെ സ്ഥലം തരാനുള്ളൂ. കാരണം എന്താ, ദേ ആർ നോട്ട് ഇൻ നീഡ്, അവർക്ക് ആവശ്യമില്ല, ഓർഗനൈസേഷനിൽ ഇത്ര എംപ്ലോയീസിന് ആവശ്യമില്ല, ഡിമാൻഡ് ഇല്ല എന്ന്. മനസ്സിലായോ രണ്ടും? മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടോ? യെസ്, മനസ്സിലായി. അപ്പൊ അതാണ്. അപ്പോ വേജ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തില് ലേബറേഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും തീർച്ചയായും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഡിമാൻഡ് കൂടുതലാണ് പക്ഷെ സപ്ലൈ ഓഫ് ലേബർ കുറവാണ് എങ്കിൽ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടുതൽ സപ്ലൈ ഓഫ് ലേബർ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക, കുറച്ച് കൂടിയ വേജ് റേറ്റ് ഫിക്സ് ചെയ്യും. നേരെ തിരിച്ച് സപ്ലൈ കൂടുതലുണ്ട്, ഡിമാൻഡ് ഓഫ് ലേബർ കുറവാണ്, എന്ന് വെച്ചാൽ ഡിമാൻഡ് ഇല്ല, വലിയ കാര്യമായിട്ട് ഡിമാൻഡ് ഇല്ല ലേബറേഴ്സിന്, അവിടെ വീടുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഫിക്സ് ചെയ്യുന്ന വേജ് റേറ്റ് ലോ ആയിരിക്കും. ലോ റേറ്റ് ഓഫ് വേജസ് ഫിക്സ് ചെയ്യുള്ളൂ. കാരണം ഇവിടെ ആവശ്യമില്ല, വലിയ കാര്യമായിട്ട് ഈ ജോലിക്കാരൊന്നും ആവശ്യമില്ല എന്നർത്ഥം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള നമ്മുടെ ഒരു കൺട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാരാഡോക്സിക്കൽ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പാരാഡോക്സിക്കൽ സിറ്റുവേഷൻ. ഒരു വിരോധാഭാസമാണ് നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നത്. എന്താണെന്നറിയാമോ ഈ വിരോധാഭാസം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ എക്സസീവ് അൺഎംപ്ലോയ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ തൊഴിലില്ലാത്ത, തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് പുറത്തൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ, സ്കിൽഡ് ആയിട്ടുള്ള ലേബറിലെ നല്ല കഴിവുള്ള
അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഇന്നത്തെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ലേബറേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഇപ്പൊ ഇവിടെ പ്രിവെയിൽ ആകുന്ന നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ധാരാളം ഉണ്ട്, അതേസമയം സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന്റെ കുറവും ഉണ്ട്, ഷോർട്ടേജും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ വേജ് റേറ്റിൽ ഈ പറയുന്ന പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മളുടെ നാട്ടിലെ ഇഷ്ടംപോലെ അൺഎംപ്ലോയിഡ് ആയിട്ട് തൊഴിൽരഹിതരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അതിന് യോജിച്ച സ്കില്ലൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പല ഓർഗനൈസേഷനും അവരെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇന്ന് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്കില്ല് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പല നാടുകളിലേക്കും പല രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുക അല്ലെ. അപ്പൊ സോ ലേബർ മാർക്കറ്റില് നമ്മുടെ വേജസ് ഫിക്സ് ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഡിമാൻഡ് ഓഫ് ലേബറേഴ്സ് ആൻഡ് ഓൾസോ സപ്ലൈ ഓഫ് ലേബർ. ക്ലിയർ ആയോ? അതിന്റെ രണ്ട് സെന്റൻസ് നമ്മൾ എന്താ പറയാ അണ്ടർലൈൻ ചെയ്യുന്നത് ഇവിടെ വരും കേട്ടോ. എങ്ങനെയാണ് ലോ വേജ് റേറ്റ് എപ്പോഴാ ഫിക്സ് ചെയ്യുന്നത്, ഹൈ വേജ് റേറ്റ് എപ്പോഴാ ഫിക്സ് ചെയ്യുന്നതെന്നാണ് സെക്കൻഡ് സെന്റൻസ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ലോവർ വേജ് എപ്പോഴാണ് ഡിമാൻഡ് കുറവ്, എന്തിനേക്കാൾ സപ്ലൈനേക്കാൾ കൂടുതൽ. ശരി, സപ്ലൈനേക്കാൾ ഡിമാൻഡ് കുറവ്, അപ്പൊ വേജ് റേറ്റ് കുറവായിരിക്കും ഫിക്സ് ചെയ്യാം. അതേസമയം ഡിമാൻഡ് കൂടുതല് സപ്ലൈ കുറവ്, അങ്ങനെ വരുമ്പോ എന്തുവരും ഹൈ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. രണ്ട് സെന്റൻസ് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ലിവിങ്. അടുത്തത് നമ്മളുടെ വേജ് റേറ്റിനെ അല്ലെങ്കിൽ വേജ് ഫിക്സേഷനെ അല്ലെങ്കിൽ കോമ്പൻസേഷൻസിനെയൊക്കെ എന്താ പറയാ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കോസ്റ്റ് ഓഫ് ലിവിങ്. അതെന്താ സാധനം? അത് എന്താ പറയാ ഒരുമിച്ച് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുകയാണെന്നാണ് അങ്ങനെ. പാരാഡോക്സിക്കൽ സിറ്റുവേഷൻ ഈസ് പ്രിവെയിലിംഗ് ഇൻ അവർ കൺട്രി, എക്സസീവ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ബീയിങ് ജക്സ്റ്റാപോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരുമിച്ച് രണ്ടും കൂടി ഒരുമിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചേക്കണേന്ന്. അതാണ് ഒരു വിരോധാഭാസമായിട്ട് ഒരുമിച്ച് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്ത്? അൺഎംപ്ലോയ്മെന്റും ആണ്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ സ്കിൽഡ് ലേബറിന്റെ എന്തുണ്ട്? ഷോർട്ടേജും ഉണ്ട്. മനസ്സിലായി? ഒരുമിച്ച് ചേരുക, ഒന്ന് ചേരുക. സൗണ്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ലിവിങ്. അടുത്തത് ലേബർ മാർക്കറ്റില് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോമ്പൻസേഷനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ലിവിങ്. ദ കോസ്റ്റ് ഓഫ് ലിവിങ്, കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാനുള്ള മറ്റേ എന്താ പറയാ ജീവിത നിലവാരം അല്ലെ. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ജീവിത നിലവാരമാണ്. ഇതും അതെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ജീവിത നിലവാരത്തെ ഡിപ്പെൻഡ് ചെയ്തും പേയ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ എന്താ പറയാ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, ജീവിത നിലവാര സൂചികയൊക്കെ താഴ്ന്നു കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഇന്നത്തെ കാലത്തെ പണ്ട് ഒരു 10-30 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാരുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഇന്നത്തേതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വി ക്യാൻ സീ ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഈസ് ഗോയിങ് ഹൈ. ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. ജീവിത നിലവാര സൂചികയെ എല്ലാ മനുഷ്യരും എന്താ പറയാ കൂടിക്കൊണ്ടിരിക്കുക. കാരണം പണ്ട് മനുഷ്യന്മാർക്ക് അന്നന്നത്തെ കാര്യങ്ങൾ മാത്രം എന്താ പറയാ നടന്നു പോയാൽ മതിയായിരുന്നു അവരുടെ വരുമാനം ഉപയോഗിച്ച്. അന്നന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വൈകുന്നേരം ആവുമ്പോ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ആ കൂലി വൈകുന്നേരമായിട്ട് കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യാം, അവർക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് 1 കിലോ അരി, എന്തെങ്കിലും മുളകോ ഉള്ളിയോ ഒക്കെ കുത്തിച്ചതച്ചാണെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ കറി ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല എന്താ പറയാ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്ന കപ്പയുടെ മൂടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറിച്ചിട്ട് ഇപ്പൊ പുഴുങ്ങി വിശപ്പിനെയൊക്കെ ശമിപ്പിക്കാനായിട്ട് സ്വന്തം വീടിന്റെ ചുറ്റുപാടിൽ തന്നെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വളർത്തി അങ്ങനെയൊക്കെയാണ് ഓരോ നേരങ്ങളും മനുഷ്യന്മാർ കഴിഞ്ഞിരുന്നത്. എങ്കിലും അവർ വളരെ സന്തോഷത്തോടെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു ദിവസത്തെ കൂലിയൊക്കെ മാറി. ഡെയിലി വേജസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ജോലിക്ക് പോകുമ്പോഴും ഏകദേശം ഒരു ഐ തിങ്ക് ഇറ്റ് ഈസ് ഏറ്റവും മിനിമം ഒരു 500 രൂപയെങ്കിലും കിട്ടാത്ത ജോലികളില്ല ഡെയിലി വേജസിന് പോയാലും അല്ലെ. 500 രൂപയില് കുറവൊക്കെ ജോലിക്ക്
ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പണിക്കൊക്കെ ഉച്ചവരെയൊക്കെ നിർത്തുന്ന, ചിലപ്പോ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ചില പുല്ല് പറിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരു ദിവസം ഒന്ന് വന്നു നിന്നാൽ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് 500, 600, 700 രൂപയ്ക്ക് കൊടുത്തു. ഉച്ചവരെയൊക്കെ അപ് ടു 2 o'clock വരെയൊക്കെ ചിലപ്പോൾ പണിയുള്ളൂ അല്ലെ? അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ കുറവൊന്നും പൈസ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അന്ന് 10 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ ഒക്കെ കൂലി വാങ്ങിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ഒരു ദിവസം അതേ സ്ഥാനത്ത് തന്നെ 600 രൂപയോ 1000 രൂപയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ 1000 രൂപയുമായിട്ട് ഇന്ന് നമ്മൾ കടയിൽ പോയി നമുക്ക് എന്തൊക്കെ സാധനം വാങ്ങിക്കാൻ കിട്ടും അല്ലെ? ആലോചിച്ച് നോക്ക്. 1000 രൂപ തീരാൻ അധികം നേരം ഒന്നും വേണ്ടി വരില്ല. അതേസമയം അന്ന് അവർ പറഞ്ഞ ആൾക്കാർ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ, ഇത്ര പൈസക്ക് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് അരി കിട്ടിയിരുന്നു അല്ലെ, ഇത്ര പഞ്ചസാര 100 ഗ്രാം പഞ്ചസാരയൊക്കെ വാങ്ങിച്ചാണ് അന്നൊക്കെ അവർ കഴിഞ്ഞിരുന്നത്. ഇന്ന് 1 കിലോ പഞ്ചസാര വാങ്ങിച്ച എത്ര ദിവസത്തേക്ക് ഉണ്ടെന്ന് നമുക്കറിയില്ല. തേയിലയായിട്ടും അങ്ങനെ ഓരോരോ. കാരണം നമ്മുടെ ജീവിത വില നിലവാര സൂചിക ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ഇസ് ഗോയിങ് ഹൈ. തീർച്ചയായിട്ടും പറയേണ്ട കാര്യം. എല്ലാവരുടെയും ആ ഒരു രീതി മാറി. അപ്പൊ തീർച്ചയായിട്ടും ദേ ഹാവ് ടു ബി റിമ്യൂണറേറ്റഡ് അക്കോർഡിംഗ് ടു ദാറ്റ്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് അവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ജോലിക്ക് കൂലികൾ കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പല കാര്യങ്ങളും തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിയർനെസ് അലവൻസ്, ബേസിക് പേ, ഒരു അടിസ്ഥാന പേയ്മെന്റ് അല്ലെ, അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള സാലറി സ്കെയിലൊക്കെ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് സാലറി സ്കെയില് ഇത്ര രൂപ, 10,000 തുടങ്ങി അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് ജീവിത നിലവാര സൂചിക അനുസരിച്ചിട്ടും ഓരോ ആളുകൾക്കും കൊടുക്കുന്ന റെമ്യൂണറേഷൻസ് ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം മനസ്സിലായോ? അതിന്റെ ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. when the cost of living is rise and it required to be remunerated by payment of, അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ എന്ത് ചെയ്യുന്ന റെമ്യൂണറേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിയർനെസ് അലവൻസ്, ബേസിക് പേ എക്സെട്ര. അവിടെ വരെ ബേസിക് പേ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. അവിടെ ഫുൾ സ്റ്റോപ്പ്. Yes. അടുത്തത് ലേബർ യൂണിയൻസ് ആണ്. ഇനി ലേബർ ഫോഴ്സും മറ്റൊരു സ്വാധീനിക്കുന്ന ഘടകമാണ്. വേജസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കോമ്പൻസേഷൻസ്, ഏത് ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിലും നമ്മുടെ ലേബർ യൂണിയന്റെയും പങ്ക് കുറവൊന്നുമല്ല. ചില ഓർഗനൈസേഷൻസിൽ എന്താ പറയാ ലേബർ യൂണിയൻ ഉണ്ടായിരിക്കും, ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരിക്കും, ചിലയിടത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. So labor unions also determine the substantial wage paid to the employees. Employees-ന് കൊടുക്കുന്ന വേജസ് നിശ്ചയിക്കുന്നതിൽ ട്രേഡ് യൂണിയൻസിന് അല്ലെങ്കിൽ ലേബർ യൂണിയൻസിന് നിശ്ചിതമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് പറയാം. അപ്പൊ എന്താ പറയാ, ഇപ്പൊ യൂണിയൻ ഒന്നും ഇല്ലാത്ത ഓർഗനൈസേഷൻ ആകണമെങ്കിൽ they can fix. ഇപ്പൊ വലിയ ട്രേഡ് യൂണിയൻ ഒന്നുമില്ല, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിൽ എംപ്ലോയർ ക്യാൻ ഫിക്സ് ദ വേജസ് ഓർ സാലറീസ്. അവരുടെ ഇഷ്ടത്തിന് സാലറി ഒക്കെ ഫിക്സ് ചെയ്യാം. കാരണം നമ്മുടെ ഇവിടെ ലേബർ യൂണിയൻ ഇല്ലല്ലോ. ലേബർ അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെയും കൂടി ഒരു എന്താ പറയാ പാർട്ടിസിപ്പേഷൻ ഫോർ ഫിക്സിങ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ അവരുടെയും കൂടി ഒരു ഭാഗഭാഗിത്വം ഉണ്ട് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ കുഴപ്പമില്ല. എംപ്ലോയേഴ്സ് ക്യാൻ ഡിസൈഡ് ദ വേജ് ഓർ സാലറി ദേ വാണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേജസും സാലറി ഒക്കെ ഫിക്സ് ചെയ്യും. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ദർ ഈസ് എ ലാർജ് സ്കെയിൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ജോലിക്കാര് പുറത്തുണ്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ജോലിക്കാര് എന്തെങ്കിലും ഒരു ചെറിയ കൂലിക്കാണെങ്കിലും അവര് എന്തെങ്കിലും ജോലി ചെയ്യാൻ, മിനിമം വേജസിനാണെങ്കിലും ജോലി ചെയ്യാൻ എന്താ പറയാ അവര് സന്നദ്ധരാണ്. അപ്പൊ ദേ ആർ റെഡി ടു ഡു എനി വർക്ക് അറ്റ് മിനിമം വേജ്. മിനിമം വേജിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബിക്കോസ് ഓഫ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രി ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. മാത്രമല്ല ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബേഴ്സും. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ, ഇഷ്ടംപോലെ എന്ത് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും മിനിമം വേജസ് ആണെങ്കിലും മതി എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു യൂണിയൻ ഒക്കെ ഉള്ള കമ്പനിയൊക്കെയാണ്, ഓർഗനൈസേഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, എംപ്ലോയർ എന്ത് ചെയ്യണം, എംപ്ലോയീസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ട്രേഡ് യൂണിയന്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അവര്
ഒരു വേജ് റേറ്റ് അല്ലെങ്കിൽ സാലറി സ്കെയിൽ ഒക്കെ ഫിക്സ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ എംപ്ലോയീസ് എന്താ പറയുക, യൂണിയൻ ആണുള്ള ഒരു ഓർഗനൈസേഷൻ, യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹാവ് നോ ഫ്രീഡം, അവർക്ക് സ്വന്തമായിട്ട് ഫ്രീഡം ഇല്ല ഫോർ ഫിക്സിങ് വേജ് ആൻഡ് സാലറി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, യൂണിയൻ ഉള്ളിടത്ത് യൂണിയന്റെ പാർട്ടിസിപ്പേഷനോട് കൂടി മാത്രമേ വേജോ സാലറിയോ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്തടത്ത് എംപ്ലോയേഴ്സിന് തന്നെ ഡിസൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് അവർക്ക് മാത്രമല്ല ഡിറ്റർമിനേഷൻ ഓഫ് പേ, അവരുടെ പേയ്മെന്റ് സ്കെയില്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് റിന്യൂ ചെയ്യേണ്ടി വരും. പേയ്മെന്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നപ്പോ 10-15 കൊല്ലം വന്നു മുമ്പ് ചേർന്നപ്പോ ഒരു സ്കെയില് പറഞ്ഞിരിക്കും, പേജ് സ്കെയിൽ അല്ലെങ്കിൽ സാലറി സ്കെയില്. അത് തന്നെ കാലാകാലത്തോളം അങ്ങനെ നീണ്ടുപോകില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രേഡ് യൂണിയൻസിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അവരിടയ്ക്ക് കയറി എന്ത് ചെയ്യും, ഇതിനെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിക്കും. റിവിഷൻ എന്താ, റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഈ വേജ് സ്കെയിൽ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. യൂണിയൻസിനോട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ല. അത് എംപ്ലോയർ അതിന് അപ്പൊ ചിലപ്പോൾ നിർബന്ധിതരാണ്, അവരത് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പൊ 10 വർഷം മുമ്പ് ഇത്രയൊക്കെ വേജ് സ്കെയില്, ഇനി അത് ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റിവൈസ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് യൂണിയൻസ് ഫോഴ്സ് ചെയ്യും. അതാണ് പ്രത്യേകത. അപ്പൊ യൂണിയൻസിനും വേജ് ഫിക്സേഷനില്, കോമ്പൻസേഷൻ ഫിക്സേഷനില് ഒരു പങ്കുണ്ട്, സ്വാധീനിക്കുന്ന ഘടകമാണ്. ക്ലിയർ ആയോ, മനസ്സിലായ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? എന്നിട്ട് ഞാൻ പറയാം അണ്ടർലൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്, ഇനി അണ്ടർലൈൻ ചെയ്തോട്ടോ. എന്നാ ഒന്നാമത്തെ സെന്റൻസ്, എംപ്ലോയേഴ്സ് ഓഫ് നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ enjoy the liberty to fix wages and salaries as they want. എന്താണ്, അൺയൂണിയനൈസ്ഡ് ആയിട്ടുള്ള, യൂണിയൻ ഇല്ലാത്ത ഓർഗനൈസേഷനിൽ എന്തുണ്ട്, എംപ്ലോയീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യം? ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ് ഫിക്സ് ചെയ്യാനും സാലറി ഫിക്സ് ചെയ്യാനും. മനസ്സിലായോ? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാലറിയും വേജസ് ഫിക്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം യൂണിയൻ ഇല്ലാത്ത ഓർഗനൈസേഷനിൽ ആര് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? എംപ്ലോയർക്ക്. കേട്ടോ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത്, the employees of strongly unionized companies do have no freedom in fixation of wage and salary. രണ്ട് സെന്റൻസ് മതി കേട്ടോ. രണ്ട് സെന്റൻസ്. ഓക്കെ, അടുത്തത്, യൂണിയൻ ഇൻഫ്ലുവൻസസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻസ്. ഈ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാൻ മാത്രമല്ല, കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാനും ചർച്ചകളൊക്കെ ചെയ്യാനും ഒക്കെ നമ്മുടെ യൂണിയൻകാർക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. യൂണിയൻസ് ആൻഡ് ലേബർ റിലേഷൻസ്, നമ്മുടെ ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ ട്രേഡുമായിട്ട് യൂണിയനുമായിട്ട് ലേബറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങള്, ലോസ് ഒക്കെ എന്താ പറയാ ഡിസൈൻ ചെയ്യാനും, കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു അധികാരം നമ്മുടെ യൂണിയൻസിനുണ്ട്. ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് തീർച്ചയായിട്ടും കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് there are various labor legislations and court decisions. അതിന് വേണ്ടിയിട്ട് ലേബർ മൂവ്മെന്റ് തന്നെ ഉണ്ട് കേട്ടോ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും എന്താ പറയാ നിയമങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ലേബർ ലെജിസ്ലേഷൻസ് ഉണ്ട്, കോർട്ട് ഓർഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ ഫോളോ ചെയ്ത് യൂണിയൻസിന്റെ പങ്കാളിത്തത്തോടു കൂടി തന്നെ എന്താ പറയാ നമുക്ക് കോമ്പൻസേഷൻ ഡിസിഷൻസിലേക്കൊക്കെ എത്താനും കോമ്പൻസേഷൻ ഡിസൈൻ ചെയ്യാൻ എത്രത്തോളം ഇന്ന ആളുകൾക്ക്, ഇന്ന ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നവർക്ക്, ഇന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു പാക്കേജ് ആണ്, അല്ലെങ്കിൽ ഇന്നവർക്ക് ഇന്ന പാക്കേജ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസിഷൻസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ഇതും ആർക്കുണ്ട്, ട്രേഡ് യൂണിയൻസിനുണ്ട്. അതും ഇതിനെ സ്വാധീനിക്കുന്ന, കോമ്പൻസേഷനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ. അപ്പോ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ ഒന്നാമത്തെ സെന്റൻസ് മാത്രം. യൂണിയൻസ് ആൻഡ് ലേബർ റിലേഷൻ ലോസ് ഓൾസോ ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ ഡിസൈൻ. കോമ്പൻസേഷൻ ഡിസൈൻ വരെ കേട്ടോ. ഓക്കെ, ഇനി ലേബർ ലോസ് ഉണ്ട് കേട്ടോ. ലേബർ ലോസ് LABOUR LABOR കറക്റ്റ് ആണ്. ചിലർക്ക് നമ്മൾ LABOUR എന്ന് കാണും, ചിലർക്ക് LABOR എന്ന് കാണും. ആക്ച്വലി നമ്മളുടെ സ്പെല്ലിംഗ് LABOUR ആണ്. ബിക്കോസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് LABOR വരിക, യു ഇല്ല അതിനകത്ത്. ലേബർ ഓക്കെ, അത് OUR കറക്റ്റ് തന്നെയാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ അങ്ങനെ മാറി മറിഞ്ഞൊക്കെ കിടക്കാം. അതുപോലെ തന്നെ കളറിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ, കളർ COLOR എന്ന് എഴുതും, COLOUR വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ COLOUR തന്നെയാണ്. അപ്പൊ കൺഫ്യൂഷൻ ആണ് കുട്ടികളൊക്കെ പഠിക്കുമ്പോഴൊക്കെ. ഇപ്പൊ കൂടുതലും ഈ COLOR കാണുള്ളൂ. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് അതങ്ങനെ വരിക, യു ഇല്ല അതിനകത്ത്. ഇവിടെ അങ്ങനെ തന്നെ യു ഇല്ല. പക്ഷെ രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ലേബർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലേബർ നിയമങ്ങളും കുറയുന്നുണ്ട്. വേരിയസ് ലേബർ ലോസ് ഫോർ സെൻട്രൽ ആൻഡ് ഓൾസോ സ്റ്റേറ്റ്. നമ്മുടെ കേന്ദ്ര ലെവലിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒക്കെ ഇഷ്ടംപോലെ ലേബറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വേജസ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എംപ്ലോയീസിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ സെൻട്രൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ ലോസ് കേട്ടോ. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ലേബർ ലോസ്, various labor laws at the central and as well as state levels. These legislations are for protection of employee interest. Employees ന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, യെസ്, നമുക്ക് എക്സ്റ്റേണൽ എന്താ പറയാ ഫാക്ടേഴ്സിനകത്തും രണ്ട് പോയിന്റും ഇന്റേണൽ ഫാക്ടേഴ്സിനകത്ത് ആകെ കുഞ്ഞു 3 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എടുക്കുന്നില്ല. അടുത്ത ദിവസം ഇന്ന് നമുക്ക് കാണണ്ടേ, കാണുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളും വേണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മളുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 10 ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ദിവസം ചിലപ്പോൾ കൂടുതൽ വരും, കാരണം കുറച്ചല്ലേ എടുക്കാനുള്ളൂ. ഒരു 5 പോയിന്റ് ഉള്ളൂ. അതിൽ 2 പോയിന്റ് നീളം കൂടുതൽ കിടക്കുന്ന മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ഒക്കെ ഒരു കാര്യം തന്നെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഇന്ന് എഴുതിയ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതുക. പിന്നെ ഇല്ലേ മറ്റേ എന്താ പറയാ, നമ്മളുടെ ഇന്നെടുത്തത് കുറച്ച് ഭാഗത്താണ്. അപ്പൊ ചിലപ്പോ ആ ഭാഗത്തൊന്നും മാത്രമായിരിക്കില്ല ഞാൻ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസിൽ തരിക. ആകെ എത്ര പോയിന്റിൽ എടുത്തിട്ടുള്ളൂ? 5 പോയിന്റ്. 5 പോയിന്റില് 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇടും. അതല്ല എങ്കിൽ ചിലപ്പോ നമ്മൾ നേരത്തെ എടുത്ത ഭാഗത്ത് നിന്നും ഇടാത്ത ചിലപ്പോ ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ വിചാരിക്കാതോ ഇത് ടീച്ചർ ഇതൊക്കെ നേരത്തെ എടുത്ത് കഴിഞ്ഞ പോർഷനിലുള്ള ഇപ്പൊ വന്നേക്കണെന്റെ എന്നൊന്നും വിചാരിക്കണ്ട. ആ ചാപ്റ്ററിലാണ്, ഏകദേശം ചാപ്റ്റർ തീരാറായല്ലോ. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കണ്ടിട്ടേ പേടിക്കണ്ട. ഇത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എടുത്ത ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്, ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് പേടിക്കണ്ട. ഇത് കൂടുതലും പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ലൈവ് ക്ലാസ്സിലിരിക്കുന്ന 2-3 പേരുണ്ട്. അവർക്കത് പ്രശ്നമായിട്ട് തോന്നില്ല. ഈ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരെ ചിലപ്പോ 1-2 ദിവസത്തെ ക്ലാസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. വെറുതെ ഇവിടെ നടക്കണമെന്ന് അവര് അറിയണ്ടാവില്ല. ചിലപ്പോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ചില വീഡിയോ കാണുമ്പോ
ഇത് മുഴുവൊന്നും കാണാൻ നേരില്ല. അപ്പൊ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കളയും, അല്ലെങ്കിൽ കുറച്ച് നീക്കി പോണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫാസ്റ്റ് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് മുഴുവനായിട്ടൊന്നും എത്തില്ല. തുമ്പും പാലും മുറിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്കാണ് കൺഫ്യൂഷൻസ് കൂടുതൽ വരാം. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. ഈ ചാപ്റ്ററിലെ എവിടെമെങ്കിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് 5 ക്വസ്റ്റ്യൻ ചിലപ്പോ തികയ്ക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റിന് വേണ്ടി തരാം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് ഇരിക്കുന്ന നിങ്ങൾക്ക് 3 പേർക്കിനേക്കാൾ കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നവർക്കായിരിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ പറയും, അയ്യോ ഇത് ടീച്ചർ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ വന്നേക്കണേ. നിസ്സാരം കാര്യമാണ്, പക്ഷെ ചോദിക്കുമ്പോ അതെന്താന്ന് വിചാരിക്കും ആരായാലും. അതെന്താ, തീർച്ചയായിട്ടും ആ ചാപ്റ്റേഴ്സ് തീരാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും അതിന്റെ എവിടെന്നെങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും മാത്രം, വേറെ എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻ വന്നേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ. ഓക്കെ, എല്ലാവരും അടുത്ത ദിവസം കാണാം.